ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സമയത്ത് റൂമിലുണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് എന്നല്ല, ഒരു 6 മാസം മുന്നാണ് ഞാൻ റൂമിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാവുന്നത്. അതിനുശേഷം ഞാൻ ഇന്നാണ് ഒരു കാര്യങ്ങളും ഇല്ലാണ്ട്, ക്ലാസ്സിൽ പോകാനില്ലാണ്ട്, ബുക്ക് സ്റ്റോറിൽ ഷിഫ്റ്റ് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഗ്രോസറി മേടിക്കാനില്ലാണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാണ്ട് ഞാൻ ഇരിക്കുന്നത് ഇന്നാണ്, ഒരു 6 മാസത്തിന് ശേഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അങ്ങനെ ഇരിക്കുന്നതല്ല, എന്നാൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും, എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഫുഡ് തന്നെയാണ്. അത് ഒറ്റയ്ക്ക് കഴിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എൻ്റെ ഇപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മിണ്ടാണ്ട് നിന്ന് കഴിക്കാൻ, ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ അതിൽ ഞാൻ വലിയൊരു സമാധാനവും ഞാൻ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് ഒരു കോഫിയും അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ മോമോ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫ്രോസണിലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, അത് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് കഴിച്ചു. നല്ലതാണ്, കുഴപ്പമില്ല. അത് വെജിറ്റബിൾ ആയിരുന്നെങ്കിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ലൈക്ക് ആവറേജ് കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്നാക്കായിട്ട് വല്ലപ്പോഴൊക്കെ കഴിക്കാം. അങ്ങനെ അത് കഴിച്ചു. സമാധാനത്തോടെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നു. ദിവസം റീൽസ് കണ്ടിരുന്നു, ബിഗ് ബോസ് കണ്ടിരുന്നു. സമാധാനം എന്താണല്ലേ, ഇതാണ് സമാധാനം. ഇത് വെറുതെ ഓഫ് കിട്ടിയിരിക്കുന്നതല്ല സമാധാനം. നമ്മളെ മനസ്സിൽ ടെൻഷനൊന്നുമില്ല, നമ്മളെ ബോദർ ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതാണ് സമാധാനം തോന്നും. അതില്ലാണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം അത് കിട്ടുമ്പോഴാണെന്തോ ഇതാണല്ലേ സമാധാനം എന്ന് മനസ്സിലായത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ സമാധാനം കണ്ടെത്തൂ. ബൈ.